ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് ക്രിസ്തീയ ദേവാലയത്തിൽ സ്വീകരണം. പത്തനംതിട്ട തുമ്പമൺ മാർത്ത മറിയം ഓർത്തഡോക്സ് ഭദ്രാസന ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിറങ്ങിയ തീർത്ഥാടകർ തിങ്കളാഴ്ച വൈകുന്നേരം ശിവഗിരിയിലെത്തും. മനുഷ്യരെല്ലാം ഒന്നാണ്, അതാണ് നമ്മുടെ മതം. ഗുരുവിന്റെ വാക്കുകളെ ശിരസാ വഹിച്ചാണ് ക്രിസ്തീയ വിശ്വാസികൾ തീർത്ഥാടകരെ വരവേറ്റത്. വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലുമുള്ള ഭാവഭേദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മനുഷ്യരെല്ലാം അദ്വൈത സത്യത്തിന്റെ സ്ഫുരണങ്ങളാണെന്ന ഗുരുചിന്ത തന്നെയാണ് ഇവിടെ അന്വർത്ഥമാകുന്നത്. യാത്രയ്ക്ക് സുന്ദര കേരളത്തിന്റെ ഒരു പ്രത്യേക അനുഭവം നിങ്ങൾ യാത്രയിലൂടെ നിങ്ങൾ ഈ ലോകത്തിൽ നോക്കുന്ന എല്ലാവരും ആത്മസഹോദരങ്ങളെന്ന ഗുരുചിന്തയും ഇവിടെ തെളിയുന്നുണ്ട്. ഈ തീർത്ഥാടനം മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യത്തെ വിളിച്ചോതുന്നു. ജാതി വ്യവസ്ഥകളും മറ്റും ഇന്ന് വളരെയധികം നമ്മുടെ ഭാരതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ എന്താണ് മനുഷ്യനെന്ന് യഥാർത്ഥമായ ഒരു മുഖം ആ മനുഷ്യൻ്റെ ആ സാഹോദര്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, പരസ്പര സ്നേഹത്തെക്കുറിച്ച്, കരുതലിനെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് ഈ പദയാത്ര നൽകുന്നത്. ഇലവുംതിട്ട മൂലൂർ സ്മാരകത്തിൽ നിന്നും പുലർച്ചെ 5:30 പദയാത്ര തുടങ്ങിയത്. മറ്റ് 6 സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് തീർത്ഥാടകർ തുമ്പമൺ മർത്തമറിയം ഓർത്തഡോക്സ് ഭദ്രാസന ദേവാലയത്തിൽ എത്തിയത്. സകല മതങ്ങളും ഒന്നാണെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ മതങ്ങൾക്കതീതമായി മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്ത ഗുരുവിൻ്റെ സന്ദേശം പ്രാവർത്തികമാക്കിക്കൊണ്ട് അത് ലോകത്തിന്, സമൂഹത്തിന് നൽകുന്ന ഒരു പദയാത്രയായി ഈ പദയാത്ര മാറുമ്പോൾ ഈ ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വീകരണം ഞങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകുന്നു. തീർത്ഥാടന സമ്മേളന വേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ഗുരുദേവ പഞ്ചലോക വിഗ്രഹവും വഹിച്ചാണ് പദയാത്ര. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.